2024 കേരള പൊതുനിരത്തുകളുടെയും പരിപാലനവും സംരക്ഷണവും ബിൽ ശ്രീ ജി സ്റ്റീഫൻ അങ്ങേക്ക് 2024 പൊതുനിരത്തുകളുടെ പരിപാലനവും സംരക്ഷണവും ബില്ലിനെ അവതരണ അനുമതിക്കുള്ള ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2024 കേരള പൊതുനിരത്തുകളുടെ പരിപാലനവും സംരക്ഷണവും ബില്ലിന് അവതരണാനുമതി നൽകണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിക്ക് സംസാരിക്കാവുന്നതാണ്. ബില്ല് അവതരിപ്പിക്കും. സർ, സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ മുഖമുദ്രയാണ് മെച്ചപ്പെട്ട റോഡുകൾ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ദേശീയപാതകൾ ഒഴിച്ചാൽ സംസ്ഥാനത്തെ പ്രധാന റോഡുകൾ PWD LSGDയുമാണ് പരിപാലിച്ച് നിർവഹിച്ചു പോരുന്നത്. അതത് കാലങ്ങളിൽ നവീകരിക്കപ്പെടുകയും പുനരുദ്ധരിക്കപ്പെടുകയും നിർമ്മിക്കപ്പെടുകയും ചെയ്യുന്ന ഈ റോഡുകൾ ശരിയായി പരിപാലിക്കപ്പെടാത്തത് കാരണം പൊതുജനങ്ങളുടെ ദൈനംദിന യാത്രയ്ക്കും ഗതാഗത ബുദ്ധിമുട്ടിനും കാരണമാകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ റോഡുകൾ കൂടുതൽ കാലം നിലനിൽക്കേണ്ടതിനും അതിലൂടെ പൊതുജനത്തിന് മെച്ചപ്പെട്ട ഗതാഗത സൗകര്യം നൽകുന്നതിൻ്റെയും ആവശ്യകത ഉദ്ദേശിച്ചിട്ടാണ് ഈ പ്രൈവറ്റ് ബില്ല് ഞാൻ അവതരിപ്പിക്കുന്നത്. സർ, 2023-24 വർഷത്തെ കണക്കനുസരിച്ച് PWD പരിപാലിക്കുന്ന റോഡുകളുടെ ആകെ ദൈർഘ്യം 29,573 കിലോമീറ്ററാണ്. ആകെ കണക്കുകൾ പരിശോധിച്ചാൽ സംസ്ഥാനത്തെ റോഡ് ശൃംഖലയുടെ 80% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലാണുള്ളത്. നിലവിലുള്ള PWD റോഡുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി റണ്ണിംഗ് കോൺട്രാക്റ്റ് വ്യവസ്ഥ നടത്തുന്ന ക്രമീകരണം സംസ്ഥാനത്തുണ്ട്. എന്നിരുന്നാലും ഗ്രാമീണ റോഡുകളുടെ ഉൾപ്പെടെയുള്ള അതിൻ്റെ പുനരുദ്ധാരണം ഫലവത്തമായ രീതിയിൽ കൃത്യമായ സമയത്ത് നടത്തുന്നതിന് നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് വ്യവസ്ഥയില്ല. PWD റോഡുകൾ റണ്ണിംഗ് കോൺട്രാക്റ്റ് വ്യവസ്ഥയിൽ ചെയ്യുന്നത് പോലെ ഗ്രാമപഞ്ചായത്ത് റോഡുകളുടെയും പരിപാലനത്തിന് വേണ്ടിയുള്ള വ്യവസ്ഥ വേണം. 2023-24 വർഷത്തിൽ വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ പരിപാലിച്ച റോഡുകളുടെ ആകെ നീളം 1,52,422 കിലോമീറ്ററാണ്. ഇതിൽ തന്നെ 1,27,908 കിലോമീറ്റർ റോഡുകളും പരിപാലിക്കപ്പെടുന്നത് ഗ്രാമപഞ്ചായത്തുകൾ മുഖേനയാണ്. കാഴ്ചയിൽ തന്നെ കേരളം ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കുറച്ച് പ്രദേശമാണ് വനമേഖല കഴിഞ്ഞാലുള്ളത്. റോഡുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ നാം വളരെ മുന്നിലാണ്. നാം എവിടെ കണ്ണു തുറന്ന് നോക്കിയാലും റോഡുകൾ കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് യാത്രകൾക്ക് ഒരു പ്രശ്നമേ അല്ല. ചെറിയൊരു ഭൂപ്രദേശമായതിനാൽ കേരളത്തിൻ്റെ നഗര ഗ്രാമ വ്യത്യാസം വളരെ നേർത്തതാണ്. ചുരുക്കത്തിൽ ഗ്രാമീണ പാതകളുടെ തകർച്ച ഉണ്ടാകുന്ന പ്രത്യാഘാതം എത്രമാത്രം വലുതാണെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. സാധാരണക്കാരായ ജനങ്ങൾ നിരന്തരമായി ഉപയോഗിക്കുന്ന പാതകളാണ് ഗ്രാമീണ റോഡുകൾ. മാത്രമല്ല, സംസ്ഥാനത്തെ ജനസംഖ്യയുടെ 1/3 വരുന്ന ജനങ്ങൾ തീർത്ഥാടകരായി വൃശ്ചികം ധനു മാസങ്ങളിലായി കേരളത്തിലെ ഗ്രാമീണ റോഡുകളിലൂടെ കാൽനടയായും വാഹനങ്ങളിലും സഞ്ചരിക്കുന്നുണ്ട്. ഗ്രാമീണ പാതകൾ ശരിയാക്കാൻ സാവകാശം പാടില്ലെന്ന് കേരളത്തിൻ്റെ ഘടന പരിശോധിച്ചാൽ മാത്രം മതിയാകും. സഞ്ചാരയോഗ്യമായ റോഡുകൾ ജനങ്ങളുടെ അവകാശമാണ്. ഇത്തരത്തിൽ സുരക്ഷിതത്വവും സുഗമമായി സഞ്ചരിക്കുക എന്ന പൗരൻ്റെ മൗലിക അവകാശമാണ് നാം സംരക്ഷിച്ച് നൽകേണ്ടത്. വർഷത്തിൽ 4 മാസത്തോളം മഴ പെയ്യുന്ന കേരളം പോലുള്ള സംസ്ഥാനത്ത് മഴവെള്ളത്തിൽ തകരാത്ത ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കാൻ വ്യക്തമായ കാഴ്ചപ്പാടും ഇതിനോടൊപ്പം ചെലവ് കുറഞ്ഞതും പുതിയതുമായ സാങ്കേതിക വിദ്യകളും ഉണ്ടാകേണ്ടതുണ്ട്. ബ്ലാക്ക് സ്പോട്ടുകൾ കണ്ടെത്തി വിശകലനം ചെയ്ത് അവിടെ സത്വരമായ റോഡ് അറ്റകുറ്റപ്പണി നടത്തുന്നതിന് പരിഹാര നടപടികൾ സ്വീകരിക്കുക എന്നത് റോഡ് അപകടങ്ങൾ തടയുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ പ്രതിരോധ മാർഗമായി അവലംബിക്കാവുന്നതാണ്. ഇത്തരം സ്ഥലങ്ങളിൽ റോഡ് പരിപാലനം കൂടുതൽ ശക്തിപ്പെടുത്തണം. ഗ്രാമങ്ങളിൽ ശുദ്ധജലം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ജൽജീവൻ മിഷൻ്റെ പൈപ്പിടലിന് വേണ്ടി കുഴിച്ച ശേഷം നിരവധി റോഡുകൾ നമുക്ക് പൂർവ്വസ്ഥിതിയിലാക്കാൻ നിലവിൽ കഴിഞ്ഞിട്ടില്ല. ഇതിനും 2 വകുപ്പുകൾ തമ്മിലുള്ള കൂടിയാലോചനകൾ അത്യന്താപേക്ഷിതമാണ്. എണ്ണമറ്റ വാഹനങ്ങൾ നിരത്തിലൂടെ ഓടുന്നതാണ് റോഡുകളുടെ പെട്ടെന്നുള്ള തകർച്ചയ്ക്ക് ഒരു കാരണം. 2024 സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രകാരം മാർച്ച് 31 വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്ത് നിയമാനുസൃത രജിസ്ട്രേഷനുള്ള വാഹനങ്ങളുടെ എണ്ണം 1,74,00,000 സർ. മുൻവർഷത്തെ അപേക്ഷിച്ച് 4.5% വാർഷിക വളർച്ച ഉണ്ടായിരിക്കുകയാണ്. സാർ, അമേരിക്ക പോലെയുള്ള വികസിത മുതലാളിത്ത രാജ്യങ്ങൾ
1000 പോപ്പുലേഷൻ 540 വാഹനങ്ങളാണുള്ളതെന്നാണ് കണക്ക്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 2 മലയാളിക്ക് 1 വാഹനമെന്നുള്ള കണക്കിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മോട്ടോർ വാഹനങ്ങളുടെ എണ്ണത്തിലുള്ള വളർച്ചയും റോഡുകളുടെ ശേഷി വർധനവും തമ്മിലുള്ള പൊരുത്തക്കേട് കേരളത്തിൽ ഉടനീളമുള്ള ഗതാഗത കുരുക്കിനും റോഡപകടങ്ങൾ വർദ്ധിക്കുന്നതിനും കാരണമാകുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോ ഓഫ് കേരളയുടെ കണക്കനുസരിച്ച് 2023 കേരളത്തിൽ 42,091 റോഡ് അപകടങ്ങളിലായി 4,080 മരണങ്ങളും 54,320 പേർക്ക് മാരകമായിട്ടുള്ള പരിക്കുകളും ഉണ്ടായിട്ടുണ്ട്. അലക്ഷ്യമായ ഡ്രൈവിംഗ്, ഉപയോഗയോഗ്യമല്ലാത്ത വാഹനങ്ങൾ, പ്രതികൂലമായ കാലാവസ്ഥ എന്നിവയ്ക്കൊപ്പം ഒരു പരിധിവരെ റോഡുകളിൽ പെട്ടെന്നുണ്ടാകുന്ന കുഴികളും കാരണമാകുന്നുണ്ട്. ചുരുക്കത്തിൽ റോഡ് സുരക്ഷ ഒരു സാമൂഹ്യ പ്രശ്നമായി നാം ഏറ്റെടുക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ കേരളത്തിലെ പൊതുനിരത്തുകൾ പരിപാലിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി നിയമസഭാ മണ്ഡലത്തിലും ഗ്രാമപഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, വാർഡ് തലം എന്നീ നിലകളിൽ പൊതുനിരത്ത് പരിപാലന സമിതികൾ രൂപീകരിക്കുന്നതിന് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് സാർ ഈ ബില്ല്. ഇതിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പൊതുപ്രവർത്തകരും റോഡ് പരിപാലനത്തിൽ സാങ്കേതിക പരിജ്ഞാനമുള്ള വ്യക്തികളും പൊതുസംഘടനകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, സാമൂഹിക സാംസ്കാരിക സംഘടന എന്നിവയിലെ പ്രതിനിധികളും ഉൾപ്പെടുന്നതാണ് ഈ സമിതി. പൊതുനിരത്തുകളുടെ പരിപാലനത്തിനും സ്ഥിരമായ സംരക്ഷണത്തിനും സഹായകരമായ വിവരങ്ങൾ സർക്കാരിൻ്റെയും തദ്ദേശഭരണ അധികാര സ്ഥാപനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വമാണ്. പൊതുനിരത്തുകാരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പദ്ധതികളും പ്രോജക്റ്റുകളും പരിപാടികളും ആവിഷ്കരിച്ച് തദ്ദേശ അധികാര സ്ഥാപനങ്ങൾക്ക് സർക്കാരിന് കൈമാറുക എന്നുള്ളതും ഈ സമിതിയുടെ ഒരു ഉത്തരവാദിത്വമാണ്. പരിപാലനം സംബന്ധിച്ച് വളരെ സമഗ്രമായിട്ടുള്ള ഒന്നാണ് അവതരിപ്പിക്കുന്നത്. കേരളത്തിൽ കാലാവസ്ഥാ മാറ്റത്തെ തുടർന്ന് ചെറിയ സമയം കൊണ്ട് പെയ്യുന്ന മഴയുടെ അളവ്, അതിതീവ്ര മഴ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നതും മണ്ണിടിച്ചിലും റോഡുകളുടെ സുരക്ഷയെ, അതിൻ്റെ ലൈഫിനെ സാരമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആധുനികമായ ടെക്നോളജി റോഡുകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കാൻ പ്രത്യേകമായിട്ടുള്ളൊരു ശ്രദ്ധ അനിവാര്യമല്ലേ? രണ്ടാമത്തേത്, റോഡുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ സുരക്ഷയ്ക്കാവശ്യമായിട്ടുള്ള മതിയായ ക്രമീകരണങ്ങൾക്കാവശ്യമായിട്ടുള്ള പണം നീക്കിവെക്കലും അത്തരത്തിലുള്ള ഡിസൈൻ ഉണ്ടാവുക. റോഡുകൾ ഏറ്റവും അപകട സാധ്യതയുള്ള ഹോട്ട്സ്പോട്ടുകൾ മുൻകൂട്ടി തന്നെ നമുക്ക് കണ്ട് ട്രാഫിക് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് ഡിസൈൻ്റെ ഭാഗമാക്കുക. ഈ 2 കാര്യങ്ങളും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സർ, ഇവിടെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച നിലയിലുള്ള കാര്യങ്ങൾ ഈ ബില്ലിൻ്റെ ഭാഗമായി നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സാർ, കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള റോഡുകൾ ഇപ്പോൾ വ്യാപകമായ രീതിയിൽ BM&BC നിലവാരത്തിലാണ് ചെയ്യുന്നത്. മാത്രമല്ല, പുതിയ ടെക്നോളജിയായ FDR 15 വർഷത്തെ ആയുസ്സുള്ള റോഡുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള FDR സംവിധാനവും കേരളത്തിൽ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ഇതുകൂടെ ഇതിൻ്റെ ഭാഗമായി ഉൾക്കൊള്ളിച്ച് പോകാൻ വേണ്ടി, ബില്ലിൻ്റെ ഭാഗമായി ഉൾക്കൊള്ളിച്ച് പോകാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. ഞാൻ ആദ്യം എഴുതിട്ട് എന്നാ നേരത്തെ വെച്ചു. സാറേ, കേരളത്തിലെ മൊത്തം റോഡുകളിൽ ഒരു 10% റോഡുകൾ മാത്രമാണ് PWD ഏറ്റെടുത്തിട്ടുള്ളത്. ബാക്കി അധിക റോഡുകൾ, ആയിരക്കണക്കിന് കിലോമീറ്റർ റോഡുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലാണ്. അവർക്കാണെങ്കിൽ ആവശ്യമായിട്ടുള്ള പണമില്ല. നേരത്തെ PWD തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ റോഡുകൾ ഏറ്റെടുക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു. എൻ്റെ കണക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-12 വർഷമായിട്ട് ഏറ്റെടുക്കുന്നില്ല. 2012 അവസാനം ഏറ്റെടുത്തത്. ഞാൻ തന്നെ ഈ സഭയിൽ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ കൊണ്ടുവന്നിരുന്നു. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള റോഡുകൾ പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത് നവീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത സംബന്ധിച്ച്. അന്ന് മന്ത്രി അത് പരിഗണിക്കും എന്ന്, അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മറുപടി പറഞ്ഞെങ്കിലും ആ നടപടി ഇതുവരെയും മുന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള റോഡുകൾ അവർക്ക് നവീകരിക്കാൻ ആവശ്യമായിട്ടുള്ള ഫണ്ടില്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെ ഗവൺമെൻറ് 1000 കോടി രൂപ അതിലേക്ക് മാറ്റിവെച്ചു. എങ്കിൽ പോലും ആവശ്യമായിട്ടുള്ള എണ്ണം അതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നില്ല. MLA മാർ കൊടുത്ത ലിസ്റ്റ് അനുസരിച്ച് പല റോഡുകൾ ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ കൂടുതൽ റോഡുകൾ PWD ശാശ്വതമായിട്ട് ഏറ്റെടുക്കണമെന്ന നിർദ്ദേശം കൂടി അങ്ങ് മുന്നോട്ട് വയ്ക്കുമോ? ആയിട്ടുള്ള മെയിൻ്റനൻസ് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. ചെറിയ രീതിയിലുള്ള റിപ്പയർ വേണ്ട സ്ഥലത്ത് വീണ്ടും എസ്റ്റിമേറ്റ് എടുത്ത് AS എടുത്ത് TS ആ ഘട്ടം കഴിയുമ്പോഴേക്കും വലിയ രീതിയിൽ റിപ്പയർ ആവശ്യമായി.
അതുകൊണ്ട് ഒരു ബ്ലോക്ക് അടിസ്ഥാനത്തിലോ മറ്റ് തരത്തിലൊക്കെയുള്ള ചെറിയ രീതിയിൽ ഒരു ചെറിയ കുഴിയോ റിപ്പയറോ വേണ്ട സമയത്ത് അപ്പോൾ നന്നാക്കുന്ന ഒരു രീതി അവലംബിക്കാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. സർ, നമ്മുടെ റോഡിൻ്റെ ഏറ്റവും നല്ല രീതിയിലുള്ള പരിപാലനമാണല്ലോ ചർച്ച. ഈ കൂട്ടത്തിൽ സർ ഇപ്പോൾ നമുക്ക് ചെറിയൊരു തീരുമാനം കൊണ്ട് റോഡുകളെ വലിയ ഒരു കേടുവരാത്ത വിധം അത് ശരിയാക്കാൻ കഴിയും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ PKK ബാവ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാകുമ്പോൾ നമ്മുടെ റോഡുകളിലൊക്കെ ഒന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളും ബോർഡുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ജനാധിപത്യ രാജ്യമാണ്, ഞാൻ അതിനെ ആ രീതി പറയല്ല. അതുപോലെ തന്നെ നമ്മുടെ മതങ്ങളുടെ വ്യത്യസ്തമായ മതവിഭാഗങ്ങളുടെ ചിഹ്നങ്ങളും, അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ റോഡുകളിൽ നമ്മുടെ എന്താ പറയുക ആരാധനാലയങ്ങൾ പോലും റോഡിലൊക്കെ ഇറക്കി കെട്ടുകയും അതിൻ്റെ ചില ചിഹ്നങ്ങളൊക്കെ സ്ഥാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനൊരു വലിയ സാമൂഹിക പ്രശ്നമാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ റോഡുകളിലേക്ക് ഈ മഴക്കാലം വന്നാൽ റോഡുകളിലേക്ക് മണ്ണൊലിച്ച് വന്നിട്ട് റോഡിൽ തടിച്ചുകൂടി നിൽക്കുന്നു. ഇതൊക്കെ സത്യത്തിൽ ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്താൽ പോലും നടപ്പാക്കാൻ കഴിയുന്ന ആ മണ്ണുകൾ അതാത് സമയത്ത് നീക്കം ചെയ്യുക. കാരണം ഇത് വലിയ അപകടത്തിന് സാധ്യതയുണ്ട്. ഈ മണ്ണ് അടിഞ്ഞു കൂടിയിട്ട് അവിടെ ബൈക്കുകളും മറ്റൊക്കെ മറിഞ്ഞു വീടുന്നൊരു അപകടാവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഈ ചെറിയ തീരുമാനം കൊണ്ട് ഈ മണ്ണുകൾ നീക്കം ചെയ്യുവാനും ഈ അക്യുമുലേറ്റ് ചെയ്ത മണ്ണുകൾ നീക്കം ചെയ്യാനും ഈ റോഡുകളിൽ ഈ എൻക്രോച്ച്മെൻറ്റ് മറ്റു ആരുടേതാണെങ്കിലും ശരി റോഡുകളിൽ നിന്ന് ഈ ഇതെല്ലാം നീക്കം ചെയ്യാനുള്ള ഒരു ശക്തമായ തീരുമാനം സത്യത്തിൽ ഗവൺമെൻറ് എടുത്താൽ അത് ഒരു വലിയ പണ്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടായത്, നമ്മളത് ശരിക്കും മനസ്സിലാക്കിയതാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും അവരുടെ കൊടിയും ബോർഡുകളും എല്ലാം എടുത്തു മാറ്റി മതചിഹ്നങ്ങളും അതുപോലെ തന്നെ മതങ്ങളുടെ ഇതെല്ലാം എടുത്തു മാറ്റുന്ന ഒരു തീരുമാനം ചെറുത രീതിയിൽ എടുത്താൽ തന്നെ നമുക്ക് വലിയ മാറ്റങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിയും സാർ. അത് ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ റോഡുകൾ ഏറ്റെടുക്കുന്ന കാര്യം പറഞ്ഞു, ഗ്രാമീണ റോഡുകൾ. പക്ഷേ അതിനകത്ത് ചെറിയ പരിമിതികളുണ്ട്. കാരണം നമ്മുടെ ഈ ജനകീയാസൂത്രണത്തെ വിട്ടുകൊടുത്ത അസറ്റുകൾ തിരികെ പിടിക്കുക എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പുറകോട്ട് വലിക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് ഒരു ചെറിയ കാര്യമുള്ളത്, ഈ റോഡ് കണക്ടിവിറ്റി യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇല്ല. ഞാൻ 1-2 തവണ ഇവിടെ പറഞ്ഞൊരു കാര്യമാണ്. കാരണം നിസ്സാരമായി ചില 1-2 കിലോമീറ്റർ ഗ്രാമീണ റോഡുകൾ മാത്രം ഏറ്റെടുത്താൽ PWD റോഡുമായിട്ട് ലിങ്ക് ചെയ്താൽ ഈ ഇപ്പം ഞങ്ങൾ MC റോഡ് വഴി വരുമ്പോൾ ഉണ്ടാകുന്ന ബ്ലോക്ക് ഒഴിവാക്കാൻ കോട്ടയത്തിൽ പുറപ്പെട്ടാൽ 4 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പന്തളത്ത് എത്തിച്ചേരാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഇടയിൽ ചെറിയ ഗ്രാമീണ റോഡുകൾ 2-3 കിലോമീറ്ററേ ഉള്ളൂ. അത് കേരളത്തിൽ കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് ഈ ഗ്രാമീണ റോഡുകളെ കൂടെ നമ്മുടെ PWD റോഡുകളാക്കി ലിങ്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ MC റോഡിലെയും പ്രധാനപ്പെട്ട റോഡുകളിലെയും ട്രാഫിക്ക് വളരെയേറെ കുറയ്ക്കാൻ കഴിയും. അങ്ങനെ ഒരു കണക്ടിവിറ്റി കേരളത്തിലെ റോഡുകൾ തമ്മിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കാൻ കഴിയുന്ന ഒരു വിഷയം കൂടിയാണ് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സർ, ബഹുമാനപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള MLA മാർ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം ഈ ബില്ലിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗ്രാമീണ റോഡുകൾ PWD ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണ്. അത് ബഹുമാനപ്പെട്ട മന്ത്രിമാർ മറുപടി പറയുമ്പോൾ അവർ അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കും. ഞാൻ റോഡിൻ്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട കാര്യം തുടർ ചർച്ചയ്ക്ക് മാറ്റിവെക്കുന്നു. 2-3 മിനിറ്റ് കൂടെ മതി. തുടർ ചർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ 3 മിനിറ്റ് കൂടെ ഇത് അവതരിപ്പിക്കും. സാർ, അപ്പോൾ ഞാനിതിൽ പറഞ്ഞ റോഡുകളുടെ നിലവിലുള്ള റോഡുകളുടെ പരിപാലനമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഈ റോഡിൻ്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ നടത്തേണ്ടതായിട്ടുണ്ട്. പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പരാതികൾ, നിവേദനങ്ങൾ യഥാസമയം പരിശോധിച്ച് തയ്യാറാക്കി തദ്ദേശ സ്ഥാപനങ്ങൾക്കും പൊതുമരാമത്ത് വകുപ്പിനും സമർപ്പിക്കുക എന്നുള്ളത് ഈ ബില്ലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ്. സ്വകാര്യ സ്ഥാപനങ്ങൾ, വ്യക്തികൾ, അസോസിയേഷൻ എന്നിവയുടെ സഹകരണത്തോടെ പൊതുനിരത്ത് പരിപാലന സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഒരു ഏകോപനം ഉണ്ടാക്കുക എന്നുള്ളത് ഈ ബില്ലിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. റോഡുകൾ മനഃപൂർവ്വമോ ബോധപൂർവമോ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരെങ്കിലും ശ്രമം നടത്തുന്നുവെന്ന് ബോധ്യപ്പെടുന്ന പക്ഷം ആയത് തെളിവുകൾ സഹിതം അതാത് സമിതികളുടെ മുമ്പാകെ കൊണ്ടുവരികയും സർക്കാരിന്റെ തദ്ദേശാധികാര സ്ഥാപനങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത്. അങ്ങ് തുടർ ചർച്ചയ്ക്ക് മാറ്റിവെക്കുകയാണല്ലോ. ഇപ്പോൾ 15 മിനിറ്റ് സമയമായി. 1 മിനിറ്റ് കൂടെ തന്നാൽ മതി. 15 മിനിറ്റ് സമയമായി. ഇനി ഒരുപാട് ബില്ലുകളുണ്ട്, അതുകൊണ്ടാണ് തുടർ ചർച്ചയ്ക്ക് മാറ്റിവെക്കുന്നുണ്ടല്ലോ. 1-2 പേരൂടെ ചോദിച്ചിരുന്നവർ വേണ്ടി വേണ്ട, അത് തുടർ ചർച്ച 15 മിനിറ്റായി. 15 മിനിറ്റായി. സാർ, ഞാൻ ഈ ബില്ല് തുടർ ചർച്ചയ്ക്ക് വേണ്ടി മാറ്റണമെന്ന് അഭ്യർത്ഥിക്കും.